പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് പ്രൊഫഷണലായിട്ട് പിക്സൽ ലാബിൽ ഈദ് മുബാറക്ക് പോസ്റ്റർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൊഫഷണലായ രീതിയിൽ തന്നെ പിക്സൽ ലാബിൽ നമുക്ക് ഈദ് മുബാറക്ക് പോസ്റ്റർ നിർമ്മിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ പോസ്റ്റർ നമുക്ക് എങ്ങനെ പിക്സൽ ലാബിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് മുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ഇതിൻ്റെ ക്യാൻവാസ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇമേജ് സൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വിഡ്ത്ത് 1080 കൊടുക്കുക. അതുപോലെ തന്നെ ഹൈറ്റും 1080 കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ കളറ്, ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 3D ആയിട്ടുള്ള ഐക്കണുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൽ ഉപയോഗിക്കുന്ന ഐക്കൺ തമ്മിലുള്ള ഒരു കണക്ഷൻ വേണം. അപ്പോഴാണ് അത് കൂടുതലായിട്ട് ഭംഗി ഉണ്ടാവുക. അപ്പം അതിനായിട്ട് നമ്മൾ അതിൻ്റെ കളർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട, ഇപ്പോൾ നമ്മൾ പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ കുറേ കളറുകൾ ആഡ് ചെയ്യുന്നതിനായിട്ട് നല്ലത് 2-3 കളറുകൾ മാത്രം പോസ്റ്ററിൽ ഉപയോഗിക്കലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന ആ 3D ആയിട്ടുള്ള എലമെൻറ്റുകളുടെ കളർ ബാക്ക്ഗ്രൗണ്ടിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു 3D ഷേപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യണം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഗ്രേഡിയൻറ്റ്, നമ്മൾ പോസ്റ്റർ നേരത്തെ കണ്ട പോസ്റ്ററിൽ പോലെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ടിപ്പം ഗ്രേഡിയൻറ്റ് ലുക്കാണല്ലോ നമുക്ക് പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഇത് സെലക്ട് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ കളർ കൊടുത്തിട്ട് എനേബിൾ ചെയ്യാം. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റിക്കറിന് ഇപ്പം റെഡ് കളറാണുള്ളത്. നമുക്ക് ഈ ഷേപ്പിൽ നിന്ന് കളർ എടുക്കണം. അതിനായിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കളർ പിക്കർ ടൂളുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഈ ഡാർക്ക് കളറാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡാർക്ക് കളർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അതിന് ആ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേഡിയൻ്റ് ലുക്ക് പോലെ ആക്കണം. അതിനായിട്ട് നമ്മളിപ്പം ഒരു ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ എടുക്കണം. അതിനായിട്ട് ഇവിടെ കോപ്പി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കോപ്പി എടുത്തിട്ട് ഓരോ ഭാഗത്ത് ഗ്രേഡിയൻ്റ് പോലെ വെച്ച് കൊടുക്കുക. ഓക്കെ, വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലെയറുകളൊക്കെ ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഷേപ്പ് നമുക്കിവിടെ ആഡ് ചെയ്യണം. പക്ഷേ ഇതൊരു ബ്ലറായിട്ടുള്ള രീതിയിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബ്ലറായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. എഡിറ്റ് ചെയ്യാൻ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്ലർ ചെയ്യേണ്ട ആ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമുക്കിത് PNG ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആഡ് എ ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബ്ലർ ചെയ്യേണ്ട ആ ഷേപ്പ്, ആ PNG ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ക്യാൻവാസിൽ കുറച്ച് ഫിറ്റായിട്ട് തന്നെ വെക്കണം. ഫില്ലാവുന്നൊരു രീതിയിൽ സൂം ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഫക്ട്സിൽ ബ്ലർ സെലക്ട് ചെയ്തിട്ട് മോഷൻ ബ്ലർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഫേഡ് 0 ആക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു 30 കൊടുക്കാം ഡിസ്റ്റൻസ്. എന്നിട്ടിത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പം ബ്ലർ ചെയ്തത് ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും ഇതുപോലെ തന്നെ ബ്ലർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക. നമുക്ക് കുറച്ച് ഷേപ്പുകളും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളത് ബ്ലർ ചെയ്യാതെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നമുക്കതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഭാഗത്തുള്ളതൊന്ന് ബ്ലർ ചെയ്യാം. മോഷൻ ബ്ലർ ഒന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പം ഈ രണ്ട് ഷേപ്പ് ഇതിൻ്റെ 2 എണ്ണം കോപ്പി എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ബ്ലർ ചെയ്യാതെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മോഷൻ ബ്ലർ കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു അറബിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാറ്റേണൊക്കെ കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. നമുക്കിപ്പം വെബ്സൈറ്റിൽ നമ്മളിപ്പം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരിയായ രീതിയിലുള്ള സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പഠിക്കണം. നമുക്ക് നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള എലമെൻറ്റുകൾ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് നമ്മൾ പഠിക്കണം. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റുകൾ ഫ്രീ ആയി ലഭിക്കുന്ന വെബ്സൈറ്റുകളെ കുറിച്ചിട്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏകദേശം ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നാലും നമുക്ക് അറബിക് പാറ്റേൺ, ഇസ്ലാമിക് പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പാറ്റേൺ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബാക്കിലൊന്ന് ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. അപ്പോൾ നമുക്കത് കൂടി ഒന്ന് ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറി കൊടുത്തിട്ട് ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അത് ഇവിടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കളർ റിമൂവ് ചെയ്യാം. എറൈസ് കളർ എന്ന് കൊടുത്തിട്ട് എനേബിൾ ചെയ്തിട്ട് ഇത് നമുക്കിത് ഒരു 70 തന്നെ കൊടുക്കാം. എന്നിട്ട് അതിന് കളറ് വൈറ്റ് കളർ കൊടുക്കുക. അത് നമ്മളിത് ബാക്കിലോട്ട് ആഡ് ചെയ്യുക. ഈ ചെറിയൊരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു പാറ്റേൺ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഞാനിത് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, കാരണം താഴത്തുള്ള കോർണറിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. നമ്മളിത് സൂമായിട്ട് ഫില്ലായിട്ട് വരണം. അപ്പോൾ റിലേറ്റീവ് സൈസിൽ നമ്മൾ ഹൈറ്റ് 100 കൊടുക്കുന്നുണ്ട്, 100%. നമ്മളിതിനൊന്ന് ആവശ്യമായ രീതിയിൽ അലൈൻ ചെയ്തിട്ട് നമുക്ക് ബാക്കിലോട്ട് ആക്കി വെക്കാം. ഓക്കെ, ഇവിടെ ബാക്ക് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ എറേസ് കളറിൽ എനേബിൾ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു 50 കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മളിതിനൊരു വൈറ്റ് കളറും കൂടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്ക് ലോക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ടെക്സ്റ്റുകളാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ടെക്സ്റ്റിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആദ്യം ഈദ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പോപ്പിൻസി എന്നുള്ള ഫോണ്ടാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും ടെക്സ്റ്റിൽ മുബാറക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അക്ഷരം ക്യാപിറ്റലും ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററും ടൈപ്പ് ചെയ്യുക. എന്നാൽ നമ്മളിത് ആദ്യം നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോൺസിൽ ദ സിഗ്നേച്ചർ ഫ്രീ എന്നുള്ള ഫോണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ സൈസ് നമ്മൾ 150 കൊടുക്കുന്നത്. നമ്മൾ അതിന് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ കളറാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷേപ്പുകളിൽ നിന്ന് തന്നെ കളർ ആഡ് ചെയ്യാം.
ഓക്കെ, ഇതിൽ നിന്നുള്ള ലൈറ്റ് കളറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മുബാറക്ക് എന്നുള്ള കെ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എഡിറ്റിൽ ഇവിടെ ഒരു സ്പേസ് കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെയും സ്പേസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ ഷാഡോ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ട് ബ്ലർ റേഡിയസ് 0 കൊടുക്കുക. അതിനുശേഷം ഓഫ്സെറ്റ് എക്സിൽ 3 കൊടുക്കുക, അതുപോലെ തന്നെ ഓഫ്സെറ്റ് വൈയിലും 3 കൊടുക്കുക. ഓക്കെ, മുബാറക്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ മുബാറക്ക് എന്നുള്ളതിൻ്റെ കെയും കോഡിയും ഇതിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ ആക്കി വെക്കാം. ഓക്കെ, അതും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത താഴത്തുള്ള ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യാം. അതിനായിട്ട് വീണ്ടും ടെക്സ്റ്റ് എന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എഡിറ്റിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 3 ലൈനായിട്ട് വെച്ചിട്ട് ഇവിടെ അലൈൻമെൻറ്റ് സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വരുന്ന രീതി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പോപ്പിൻസ് തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്. പോപ്പിൻസ് ലൈറ്റ് എന്നുള്ള ഫോണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ലൈൻ സ്പേസിങ് നമുക്ക് -15 കൊടുത്തിട്ട് സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വിട്ട് ഈ പോസ്റ്ററി ആര് ആണോ ഇറക്കുന്നത് അവരുടെ ഇതും കൂടി കൊടുക്കണം. ഇപ്പം നമ്മളിത് ഒരു യൂത്ത് ക്ലബിൻ്റെ പേരിലാണ്. അപ്പോൾ ആ യൂത്ത് ക്ലബിൻ്റെ പേരും അതുപോലെ തന്നെ അവരുടെ ലോഗോയും അവരുടെ സോഷ്യൽ മീഡിയ ഐഡിയുടെ പേരും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി കൊടുത്തിട്ട് നമുക്കത് ലോഗോ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ലോഗോയുടെ കളറ് വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ചേരും. അപ്പോൾ കളർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ വൈറ്റ് കളർ കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യമായിട്ടുള്ള സൈസിൽ വെച്ചിട്ട് ഇതിനെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ലോഗോ വെച്ചു. ഇനി നമുക്കിവിടെ ഷേപ്പ് കൊടുക്കാം. ഇവിടെ ടെക്സ്റ്റിൽ എഡിറ്റിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾക്ക് ആദ്യം ഈ C എന്ന് കൊടുത്തത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സോഷ്യൽ മീഡിയ ഫോണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഫോണ്ട് നമുക്ക് ലഭിക്കും. നമ്മൾ ആ C എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ സോഷ്യൽ മീഡിയ കൊടുത്താൽ നമുക്ക് ആ ഐക്കൺ ലഭിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ C നമ്മൾ കൊടുത്തത് ക്യാപിറ്റലാണ്. സ്മോൾ ലെറ്റർ കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഐക്കൺ യൂത്ത് എന്നുള്ളത് ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പോപ്പിൻസ് തന്നെയാണ് കൊടുക്കുന്നത്. പോപ്പിൻസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനൊന്ന് ചെറുതാക്കി ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് താഴെ വീണ്ടും ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പേര്, ക്ലബിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളവിടെ ക്ലബിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് നമ്മൾ 35 കൊടുക്കാം. 35 കൊടുത്തിട്ട് ഫോൺസിൽ പോപ്പിൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പോപ്പിൻസ് ബോൾഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ച ടെക്സ്റ്റുകളുടെ ഫയലൊക്കെ നമ്മുടെ ടെലഗ്രാം പേജിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് മുബാറക്കിൻ്റെ പേജുകളും അതുപോലെ തന്നെ ഈ ഷേപ്പുകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഷേപ്പുകൾ മാത്രമല്ല മറ്റു അനവധി PNGകൾ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാം. അപ്പം ഓരോ ആവശ്യമായിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. സൈസ് നമ്മുടെ 30, ഈ ഐക്കൺ യൂത്ത് ക്ലബ് എന്നുള്ളതിന് സൈസ് നമ്മൾ 35 കൊടുക്കാം. എന്നിട്ട് ഇതിന് സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കോപ്പി കൊടുത്തിട്ട്
ഇവിടെ സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം സൈസ് നമുക്ക് 30 കൊടുത്തിട്ട് സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിനോട്ടായിട്ട് അടുപ്പിച്ച് തന്നെ ഇതും കൊടുക്കാം. എന്നിട്ട് അതിന് ഫോണ്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ഇത്ര ബോൾഡ് വേണ്ട, പോപ്പിൻസ് തന്നെ മീഡിയം കൊടുത്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ. ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ ഇപ്പോൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എലമെൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതോടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.